നിങ്ങൾ അധികം ഭക്ഷണം കഴിക്കാഞ്ഞിട്ട് വയറ് കൂടുന്നുണ്ടോ? കേരളത്തില് നമ്മൾ ജനിച്ചു വളർന്ന് നമ്മള് ഡെയിലി ചെയ്യുന്ന ഒരു 7 കാര്യങ്ങൾ, 7 ഹാബിറ്റ്സ് നമ്മളെ വണ്ണം കുറയുന്നതിൽ നിന്ന് തടയും. ഒന്നാമതായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലുള്ള പ്രോട്ടീൻ കുറവ്. അതിപ്പോൾ നമ്മള് പുട്ടും പഴവും, അല്ലെ ദോശ, അല്ലെ ഇഡ്ഡലി, ചട്നി, ഉപ്മാവ്, പഞ്ചസാര ആ രീതി കഴിക്കുന്ന ഒരാൾക്ക് പുട്ടും പഴത്തിൽ നിന്നൊക്കെ നമുക്ക് വളരെ കുറവ് പ്രോട്ടീനേ കിട്ടുള്ളൂ. ഇനി ഇഡലി ആകട്ടെ, ഒരു 4 ഇഡലി കഴിക്കുന്ന ഒപ്പം ചമ്മന്തി, അല്ലെ പഞ്ചസാര എടുക്കാന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു ആൾക്ക് ഒരു 9 ഗ്രാം പ്രോട്ടീനൊക്കെ കിട്ടുള്ളൂ. നമ്മളൊരു സപ്ലിമെന്റ് ഇല്ലാതെ നമ്മുടെ ഡെയിലി ഒരു 50 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്ന രീതി കഴിക്കേണ്ട ഒരാള് ഈ രീതി ഭക്ഷണം കഴിച്ചാൽ നമുക്ക് 3 നേരത്തുന്ന് വളരെ കുറവ് പ്രോട്ടീൻ, മറ്റേ ഒരു 24, 30 ഗ്രാമേ കിട്ടുള്ളൂ. അപ്പൊ ആ ഒരു പ്രോട്ടീൻ ഡെഫിഷ്യൻസി നമുക്ക് കുറവ് വരുന്നപ്പോൾ തന്നെ നമ്മൾ കാർബ് കൂടുതൽ കഴിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഫാറ്റായിട്ട്, ബെല്ലി ഫാറ്റായിട്ടും ബോഡി വെയിറ്റായിട്ടും ഒക്കെ മാറും. അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലെ പ്രോട്ടീന്റെ കുറവ് പരിഹരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ പുട്ടും പഴവും എടുക്കുന്ന, അല്ല ഉപ്മാവും പഴവും എടുക്കുന്ന ആള് പുട്ട്, കടല, ചെറുപയറ് അങ്ങനത്തെ സാധനങ്ങൾ എടുക്കുക. ദോശ, സാമ്പാർ, അല്ലെങ്കിൽ ഒരു പുഴുങ്ങിയ മുട്ടയെങ്കിലും ഒപ്പം എടുത്തത് പ്രോട്ടീൻ കുറച്ച് കൂടുതൽ കിട്ടുന്ന രീതിയിലാക്കുക. അല്ലെ സാലഡ്സ് ആക്കുക, സ്പ്രൗട്ട് സാലഡ് ആ രീതിയിൽ എടുക്കാൻ നോക്കുക. രണ്ടാമതായിട്ട് ചെയ്യുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് സേവറി ബ്രേക്ക്ഫാസ്റ്റ്, മധുരമുള്ള ബ്രേക്ക്ഫാസ്റ്റ്. അതായത് ഷേക്ക് നല്ലതാണ്. എന്നാൽ ഷേക്ക് ഉണ്ടാക്കുമ്പോൾ കുറേ ഈന്തപ്പഴം, അല്ലെ കുറേ ഹണി, കുറേ മധുരമുള്ള സാധനങ്ങൾ, അല്ലെ ശർക്കര ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും ഷേക്ക് പോലെ. അത് നമുക്ക് കിട്ടേണ്ട ചിലപ്പോ കാലറി കുറെ കിട്ടും, കാർബ് കുറെ വരും. പക്ഷെ നമുക്ക് കിട്ടേണ്ട പ്രോട്ടീനും കിട്ടില്ല. നമുക്ക് കൂടുതൽ ഡെയിലി റിക്വയർമെന്റിനേക്കാളും ഷുഗർ കണ്ടന്റ് കൂടുകയും ചെയ്യും. അത് നമ്മുടെ ഷുഗർ സ്പൈക്കിന് കാരണമാക്കും. രാവിലെ തന്നെ അത്രയും ഷുഗർ കൂടിയ ഒരു സാധനം കഴിക്കുന്നത്. അത് നമ്മുടെ ഹോർമോണൽ ചേഞ്ചസിന് കാരണമാകും. ഡയബറ്റീസിനുമൊക്കെ കാരണമാവും. അപ്പൊ നമ്മൾ കഴിവതും സേവറി എന്ന ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ നോക്കുക. സ്വീറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് മാറ്റിയിട്ട് സേവറി, കുറച്ച് എരിവുള്ള ടൈപ്പ്, നമ്മുടെ പുട്ടും കടലയും ഒക്കെ പറഞ്ഞ പോലത്തെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് സ്മൂത്തീസ് ഒഴിവാക്കിയിട്ട് പോകാൻ ശ്രമിക്കുക. അടുത്തൊരു കാര്യം, നമ്മൾ ഈ 4 മണിക്കൊക്കെ ചായ കുടിക്കുന്ന ഒരു ഹാബിറ്റ്. 4 മണിക്കല്ല, രാവിലെ. രാവിലെ ഏറ്റു വരുന്നു, ചായയോടൊപ്പം 2 ബിസ്ക്കറ്റ് കഴിക്കാന്ന് വിചാരിക്കുന്നു. പലപ്പോഴും പക്ഷെ അത് 4, 5 ബിസ്ക്കറ്റ് ആവും. രാത്രിയിലും അങ്ങനെ തന്നെ ചായയിൽ ഷുഗർ ചേർക്കുന്നു. അതൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അല്ലാതെ കഴിക്കുന്നതാണ് ട്ടോ. അതുപോലെ വൈകിട്ട് നമ്മൾ ഇതേപോലെ ചെയ്യുന്നു. ഇത് നമുക്ക് എങ്ങനെയാ? ചായ നമുക്ക് ഒഴിവാക്കേണ്ടത് ഇല്ല. ഇനി ചായയിലിടുന്ന മധുരം നമുക്ക് കുറയ്ക്കാം. പിന്നെ മധുരം കുറയ്ക്കാന്ന് പറയുമ്പോൾ ആദ്യം പെട്ടെന്ന് കുറച്ചുകൊണ്ട് വരുന്ന പ്രയാസമാണെങ്കിൽ വളരെ കുറച്ച് എമൗണ്ട് പഞ്ചസാര ആഡ് ചെയ്തിട്ട് ചായ ഇടാൻ നോക്കുക. പിന്നെ ഇതിൻ്റെ ഒപ്പം എടുക്കുന്ന സ്നാക്സ്, റോസ്റ്റഡ് ചന്ന എടുക്കാം, നട്ട്സ് എടുക്കാം, സീഡ്സ് എടുക്കാം. കുറച്ചും കൂടി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസ് എടുക്കാൻ നോക്കാം. പിന്നെ ചായക്ക് പകരം നമ്മൾക്ക് ഗ്രീക്ക് യോഗോട്ട് ആക്കാം, മുട്ട പുഴുങ്ങിയതെടുക്കാം വിശപ്പ് മാറാനായിട്ട്. അപ്പോൾ കുറച്ചും കൂടെ ഹെൽത്തി ആവും, നമുക്ക് പ്രോട്ടീനും കിട്ടും. അങ്ങനെ ഹെൽത്തി ഹാബിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം, ലേറ്റ് നൈറ്റ് ഡിന്നറാണ്. ഉച്ചയ്ക്കും ചോറ് കഴിക്കുന്നു, വൈകിട്ടും ചോറ് കഴിക്കുന്നു, രാത്രി ലേറ്റ് ആയിട്ട് ചോറ് കഴിക്കുന്നു. നിങ്ങൾ ഒരു 10 മണിക്ക് ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ ഒരു 7:30ക്കുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നിർത്താൻ നോക്കുക. ഞാൻ 6 മണിക്കൊന്നും കഴിക്കാൻ പറയുന്നില്ല. കാര്യം നമ്മളൊരു 11 മണിക്കൊക്കെ ഉറങ്ങുന്ന ഒരാൾ അത്രയും നേരത്തെ ഭക്ഷണം കഴിച്ചാൽ നമുക്കത് ചിലപ്പോൾ ഭയങ്കര വിശപ്പുണ്ടായിട്ട് നമ്മൾ വല്ല ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിച്ചു പോകും. അപ്പം നിങ്ങൾ കുറച്ച് നേരത്തെ ഭക്ഷണം കഴിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ലേറ്റ് കഴിക്കാനായിട്ടൊക്കെ കഴിച്ചു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുശേഷം ഒന്ന് നടക്കാനെങ്കിലും നോക്കുക. അല്ലെ കാഫ് സ്ട്രെങ്ത് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ ആ ഷുഗർ സ്പൈക്ക് കുറയും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ രാവിലെ തൊട്ട് ജിമ്മിൽ പോയി വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് നേരെ ഓഫീസിൽ പോയിട്ട് രാത്രി 10 വരെ ഇരിക്കുന്ന പ്രവണതയുള്ളവർ. അതായത് കൂടുതൽ സമയം ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്നു, ഇരിക്കുന്നു. രാവിലെ പക്ഷെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തു, പക്ഷെ ബാക്കിയുള്ള സമയത്ത് മൊത്തം ഇരിപ്പാണ്. അങ്ങനെ ഫുൾ ഡേ സിറ്റിംഗ് ഉള്ള ആൾക്കാർക്കും തെർമോജെനിസിസ് കുറയുന്നു. കുറച്ച് മെറ്റബോളിസം ഒക്കെ കുറയും. അപ്പം നമ്മൾക്ക് കുറച്ചും കൂടെ ആക്റ്റീവ് ആകാൻ ശ്രദ്ധിക്കാം. പിന്നെ ഇതൊക്കെ ചെയ്തിട്ട് എല്ലാം കൺട്രോൾ ചെയ്തിട്ട് ലാസ്റ്റ് വീക്കെൻഡ്, വെള്ളി, ശനി, ഞായർ കൊണ്ട് കലവടക്കുന്ന ആൾക്കാരുണ്ട്. ആ ദിവസങ്ങളിൽ ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കുക, മീൽസ് സ്കിപ്പ് ചെയ്യുക, ഉച്ചയ്ക്ക് പുറത്ത് പോയി കഴിക്കുമ്പോൾ ഹെവി ആയിട്ട് കഴിക്കുക. അങ്ങനത്തെ ഒരു ഹാബിറ്റ് ഉണ്ട്. അത് നമുക്ക് പല യൂട്യൂബ് ട്രെൻഡ് ഹോട്ടൽസോ റെസ്റ്റോറൻറ്റ്സോ കഫേസോ ഒക്കെ കാണുമ്പോൾ ആ ട്രെൻഡ് നോക്കി നമ്മൾ വീക്കെൻഡ്സ് അതിങ്ങനെ തേടി നടന്നു പോയി ഹെവി മീൽ കഴിച്ചിട്ട് വരിക.
അങ്ങനെ ആ ഓവർ ഈറ്റ് ചെയ്യുന്നത് അല്ല ആ ഒരു കാര്യം ഒന്ന് കുറയ്ക്കുക. ആഴ്ചയിൽ ഒരിക്കൽ ഒരു നേരം ഒക്കെ ഓക്കെ. പക്ഷെ അപ്പൊ നിങ്ങള് ബാലൻസ് ചെയ്തിട്ട് കഴിക്കാൻ നിങ്ങള് നോക്കുക. അടുത്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒരു കൈയും കണക്കുമില്ലാത്ത ചോറ് കഴിപ്പ്. ഒരു കൂന ചോറ് ഉണ്ണും, വളരെ കുറച്ച് കറിയും കഴിക്കും. അതിന്റെ ഒപ്പം ചിലപ്പോൾ ഒരു മോരുകറിയും ഒരു തോരനും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മുടെ പ്രോട്ടീൻ നമുക്ക് റിക്വയർമെന്റ് മീറ്റ് ചെയ്യാനേ പറ്റില്ല. കാർബ് കൂടും, പ്രോട്ടീൻ കുറയും. അതും ഒരു വലിയ പ്രശ്നമാണ്. ഇതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ 7 കാര്യങ്ങൾ പറഞ്ഞു. ഇതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ നേരവും വെജിറ്റബിൾസ് എടുക്കുന്ന കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കണം ട്ടോ. പ്രോട്ടീനും വേണം, എല്ലാ നേരം വെജിറ്റബിൾസും മീൽസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഡെയിലി ഒരു 400 ഗ്രാംസ് വെജിറ്റബിൾ എങ്കിലും കഴിക്കാൻ നോക്കുക. ഒരു സെർവിങ് 100 ഗ്രാം ഫ്രൂട്ട് എങ്കിലും എടുക്കുക. എല്ലാ നേരവും പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള കറി ആക്കാൻ നോക്കുക. പ്രോട്ടീൻ വരുന്ന രീതി കഴിക്കുക. ഉച്ചയ്ക്ക് ചോറും മോരും തോരനും മാത്രം കഴിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു മീൽസിന്ന് ഒരു 15 ഗ്രാം പ്രോട്ടീൻ എങ്കിലും കിട്ടുന്ന രീതി കഴിക്കാൻ പറ്റില്ല. നിങ്ങൾ 3 നേരം അങ്ങനെ അച്ചീവ് ചെയ്യാൻ നോക്കുക. 15 ഒരു മിനിമം എമൗണ്ട് ആണ് ട്ടോ. ഹൈറ്റും വെയിറ്റും അനുസരിച്ച് ഇതൊക്കെ മാറും. അപ്പോൾ സ്നാക്സും കഴിക്കുന്നതിന് പ്രോട്ടീൻ കിട്ടുന്ന രീതി കഴിക്കാൻ നോക്കുക.